18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 24-ന് പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. 26-ന് രാജ്യം കാത്തിരിക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ശക്തമായ പ്രതിപക്ഷമാണ് ഇക്കുറി മോദിയെ നേരിടാൻ പോകുന്നത്. 232 സീറ്റിന്റെ കരുത്തുമായി രാഹുൽ ഗാന്ധി മോദിയെ നേരിടാൻ തയ്യാറെടുക്കുന്നു. മോദിയെ നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളാണ് രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നത്. ഒന്ന്, ഓഹരി വിപണി കുംഭകോണം. ഓഹരി വിപണി കുംഭകോണത്തിൽ മോദിയും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം മോദിക്ക് അനുകൂലമായിരുന്നു. 400 സീറ്റ് നേടി NDA സർക്കാർ അധികാരത്തിൽ വരുമെന്നും BJP കേവല ഭൂരിപക്ഷം നേടുമെന്നും എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചു. DB ന്യൂസും പൊളിറ്റിക്സ് കേരളയും മാത്രമാണ് അതിന് വിപരീതമായി എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയത്. പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം, ഇന്ത്യ ടുഡേ അടക്കമുള്ള ചാനലുകളെല്ലാം മോദി സർക്കാർ വൻ കുതിപ്പ് നടത്തുമെന്ന് പ്രവചിച്ചപ്പോൾ അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇത് ഇന്ത്യ മഹാരാജ്യത്തെ സാധാരണക്കാരെ പറ്റിക്കാനാണ്. ഓഹരി വിപണി അപ്പോൾ കുതിച്ചുയർന്നു. എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ പാവപ്പെട്ട സാധാരണക്കാർ ഓഹരിയിൽ പണം നിക്ഷേപിച്ചു. വമ്പൻ ഭീമന്മാർക്ക് നഷ്ടമില്ല. പക്ഷേ സാധാരണക്കാർ നിക്ഷേപിച്ച പണമത്രയും പോയി. വമ്പൻ കോർപ്പറേറ്റുകളിൽ നിന്ന് കോഴ വാങ്ങിയാണ് ചാനലുകൾ എക്സിറ്റ് പോൾ നടത്തിയതെന്ന് അതോടെ തെളിഞ്ഞു. മാത്രമല്ല, കോർപ്പറേറ്റുകൾ ഓഹരി വിപണി വഴി ചാകര കൊയ്തപ്പോൾ, അവർക്ക് ചാകരകാലമായപ്പോൾ മോദിക്കും കൈനിറയെ കിട്ടി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ലോക്സഭയിൽ അത് രാഹുൽ ഗാന്ധി കത്തിക്കും എന്നത് ഉറപ്പാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു ബ്രഹ്മാസ്ത്രം ഇതാണ്. അദാനി അംബാനി ഗ്രൂപ്പൊക്കെ ഓഹരി വിപണിയിൽ വൻകുതിപ്പാണ് നടത്തിയത് ഈ എക്സിറ്റ് പോൾ ഫലം വഴി. പാവപ്പെട്ട സാധാരണക്കാർ ഓടിച്ചെന്ന് പണം നിക്ഷേപിക്കുകയും ചെയ്തു. ഓഹരി വിപണി കുതിച്ചുയർന്നു. തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞപ്പോൾ ഓഹരി വിപണി തകർന്ന് തരിപ്പണമായി. വമ്പൻ കോർപ്പറേറ്റുകൾ പണം കൊണ്ടുപോയി. സാധാരണക്കാർക്ക് അവരുടെ പ്രത്യാശകൾ നഷ്ടപ്പെട്ടു. അവർ ഓഹരിയിൽ നിക്ഷേപിച്ചതെല്ലാം വെറുതെയായി മാറി. മോദിയും കോർപ്പറേറ്റുകളും ചേർന്ന് വൻപിച്ച തട്ടിപ്പാണ് നടത്തിയത് ഓഹരി വിപണിയുടെ പേരിൽ. അത് രാഹുൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാന ആയുധവും അതായിരിക്കും. നീറ്റ് നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു ബ്രഹ്മാസ്ത്രമാണ്. അതിന്റെ പരിണതഫലമായി മോദി സർക്കാരിന്റെ ആദ്യ വിക്കറ്റ് തെറിക്കാൻ പോവുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് നീറ്റ് നെറ്റ് പരീക്ഷ വഴി മോദി അപമാനിച്ചത്, അവരുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തിയത്. ഈ ബ്രഹ്മാസ്ത്രവും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉയർത്തും. പണ്ടത്തെ പോലെ ദുർബലനായ രാഹുൽ ഗാന്ധിയല്ല ഇപ്പോൾ മോദിയെ നേരിടുന്നത്. അദ്ദേഹത്തിന് പിന്നിൽ ഇന്ത്യ മുന്നണിയുടെ കരുത്തുണ്ട്. രാഹുൽ ഗാന്ധി ഈ വിവാദങ്ങൾ ഉയർത്തുമ്പോൾ തൃണമൂലും DMKയും അതിനെ ഏറ്റുപിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യ സഖ്യം ശക്തമായ വെല്ലുവിളിയായി മോദിക്ക് മാറും. ആ വെല്ലുവിളിയെ തടഞ്ഞു നിർത്താൻ മോദിക്ക് വലിയ കാലം കഴിയില്ല. രണ്ട് ബ്രഹ്മാസ്ത്രങ്ങൾ. ആ രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളുമായാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ എത്തുന്നത്. ഇനി ലോക്സഭയിൽ മോദിയെ കാത്തിരിക്കുന്നത് പ്രക്ഷുബ്ധമായ നാളുകൾ.